നിങ്ങൾ കോരാണിയിൽ ഒരു വീട് റെനോവേഷൻ ചെയ്ത് അതുകൊണ്ട് അമ്മ ഒരു കാര്യം ചെയ്യണം. വിഷ്ണു ചേട്ടനെ വിളിച്ചിട്ട് വേണമെങ്കിൽ നമ്മളെ വീട് ഒന്നും കൂടെ ചെയ്യണം. വിഷ്ണു ചേട്ടന് ഒരുപാട് ഐഡിയാസ് ഉണ്ട്. ഒരു വീട് വെക്കുന്നതിനെക്കാട്ടി സന്തോഷമുണ്ട് ഒരാളുമായിട്ട് നമുക്കൊരു ബന്ധം സ്ഥാപിച്ചെടുക്കാൻ കഴിയില്ല. നമസ്കാരം. ഇന്ന് ഞാൻ വന്നിരിക്കുന്നത് പുതിയൊരു വീഡിയോ ആണ്. നമ്മുടെ റിവ്യൂ സീരീസിലെ പുതിയൊരു പ്രൊജക്റ്റ്. അത് ഒരു 3 വർഷത്തോളമായി ഞാൻ ഈ പ്രൊജക്റ്റ് ചെയ്ത് കഴിഞ്ഞിട്ട്. ലൈല വക്കം ഉള്ളൊരു ക്ലൈൻ്റാണ്. മാഡം വർക്ക് ചെയ്യുന്നതാണ്. അപ്പോൾ അന്ന് ഞങ്ങളൊരു വളരെ നാരോ സ്പേസിൽ, അതായത് ഒരു 7 മീറ്റർ വീതിയുള്ളൊരു പ്രോപ്പർട്ടിയിലാണ് നമ്മൾ അന്ന് ആ വീട് വെച്ചത്. അതിൻ്റെ സെറ്റ് ബാക്ക് എല്ലാം കഴിഞ്ഞിട്ട് വെറും 4.9 മീറ്റർ വീതിയിലാണ് ആ വീട് വെച്ചത്. അത് കുറച്ച് ആൾക്കാരൊക്കെ കണ്ട വീഡിയോ ആണ്. ക്ലയൻറ്റിനെ കാണാനും ആ വീടൊന്ന് കാണാനുമായിട്ട് നമ്മളിന്ന് അങ്ങോട്ട് പോവാണ്. സുഖം. നമ്മൾ വീട് വെച്ച് കഴിഞ്ഞ ഉടനെ തീർന്നില്ല. നമ്മളിപ്പോഴും ഒരു കുടുംബം പോലെ തന്നെയാണ് പോകുന്നത്. നമുക്ക് ഈ വീട് വെച്ചതിന് ശേഷം വലുതായിട്ട് കംപ്ലൈന്റ് ഒന്നും വന്നിട്ടില്ല. ഒരു കംപ്ലൈന്റ് ഇല്ല. ഒരിക്കലും വീട് പുതിയതാണ്. ഇപ്പോഴും ഈ വീട് കാണാനായിട്ട് ഇവിടെ ആൾക്കാർ വന്നോണ്ടിരിക്കുകയാണ്. ഒരുപാട് പേര് വന്ന് ചോദിക്കുന്നുണ്ട്, ഇങ്ങനെ ഈ ചെറിയ പൂവത്തിനകത്ത് വീതി കുറഞ്ഞ ഈ പുരയിടത്തിനകത്ത് എങ്ങനെ നിങ്ങൾ എങ്ങനെ ഈ വീട് വെച്ചപ്പോഴത്തേക്ക് ബേസ്മെന്റ് ഇട്ടപ്പോഴത്തേക്ക് ഞാനും ആകെ ഇതായി, ഇത്ര ഇതാ ചെറുതാ. ഒരുപാട് പേര് വന്ന് പണ്ട് പറഞ്ഞു നല്ല രീതിയിലാണ് ഇത് ചെയ്തിരിക്കുന്നത്. അതെ, ഇപ്പോഴും അങ്ങനെ തന്നെയാണ് കാണാൻ. കാരണം ഞാൻ ഇന്ന് ഇവിടെ വന്ന് നോക്കുമ്പോഴത്തേക്ക് നമുക്ക് ആ പഴയ വീട് എങ്ങനെയായിരുന്നു ആ ഒരു ഫീൽ തന്നെയാണ് ഇപ്പോഴും ഉള്ളത്. പുതിയ വീടായിട്ടാണ് അങ്ങനെ തന്നെയാണ് കിടക്കുന്നത്. ഇപ്പൊ നമുക്കിവിടെ ഈ വീട്ടിൽ എന്തെങ്കിലും ഒരു പ്രശ്നം വന്നതിന് ഒരുപാട് പേര് വന്ന് ചോദിച്ചു. സാധാരണ നമ്മൾ കോൺട്രാക്ട് കൊടുത്തൊരു വീട് വെച്ചാൽ അതിൽ ഒരുപാട് പ്രശ്നങ്ങൾ വരാറുണ്ട്. അപ്പൊ അത് എങ്ങനെയാണ് ഇവിടെ എന്തെങ്കിലും പ്രശ്നങ്ങൾ വന്നിട്ടുണ്ടോ നമ്മളെ തന്നെ അടുത്ത ആള് വീട് വെക്കുന്നവരും പലരും വന്ന് എന്നോട് ചോദിക്കാറുണ്ട്. അങ്ങനെ വന്നിട്ടുണ്ട്. പക്ഷെ ഇവിടെ ഒരു പ്രശ്നം വന്നിട്ടില്ല. ഇപ്പം വിഷ്ണുവിനെ പോയിട്ട് പറയണമെന്നല്ല, നമ്മളെ ഈ വീട്ടിനകത്ത് നമുക്കൊരു കംപ്ലൈന്റ് ഇന്ന് വരെ. അപ്പൊ ഇത് നമ്മുടെ ഒരു ഫീഡ്ബാക്കിന്റെ ഭാഗമായിട്ട് ചെയ്യുന്നതാണ്. കാരണം ആൾക്കാർ അറിയണമല്ലോ ഇങ്ങനെയാണ്. ചിലർ പറയും നമ്മൾ പറയും, അങ്ങനെയൊന്നുമല്ല. ഇവിടെ ഞാൻ പറഞ്ഞു ഇന്ന് എനിക്കൊരു വീടിൻ്റെ ഫ്രണ്ടിൻ്റെ ഒരു വീഡിയോ എടുക്കണം, നമ്മളിങ്ങനെ റിവ്യൂ ചെയ്യുന്നുണ്ട്. ബാക്കിയുള്ള വീഡിയോസിലെല്ലാം പറയാതെ പോയാണ്. അപ്പോൾ ഇനിയും ആരെങ്കിലുമൊക്കെ വന്നു കഴിഞ്ഞാൽ നമ്മളെ സജസ്റ്റ് ചെയ്യും. അടുത്ത വീഡിയോയുമായി വരുന്നവരെ എല്ലാവർക്കും നന്ദി, നമസ്കാരം.